കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തെ പ്രമുഖ മണ്ഡലമാണ് കളമശ്ശേരി. വ്യവസായ മണ്ഡലം കൂടിയായ കളമശ്ശേരിയെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നതും വ്യവസായ മന്ത്രി തന്നെയാണ് പി രാജീവ്. കോടികളുടെ ബൃഹത് പദ്ധതികളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. നവകേരളം നവമുന്നേറ്റത്തിലൂടെ കളമശ്ശേരിയുടെ വികസനങ്ങൾ നേരിട്ടറിയാം. കണയന്നൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന കളമശ്ശേരി നഗരസഭ, ഏലൂർ നഗരസഭ എന്നിവയും പറവൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന ആലങ്ങാട്, കടുങ്ങല്ലൂർ, കുന്നുകര, കരുമാലൂർ എന്നീ പഞ്ചായത്തുകളും അടങ്ങിയതാണ് കളമശ്ശേരി നിയമസഭാ മണ്ഡലം. കേരളത്തിലെ പശ്ചാത്തല വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു മുന്നേറ്റത്തിനാണ്, വിപ്ലവത്തിനാണ് കിഫ്ബി നേതൃത്വം നൽകിയിട്ടുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ മാറ്റങ്ങൾ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രൂപീകരിച്ച മണ്ഡലം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളിലൂടെ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയുടെ ഹബ്ബാക്കി കളമശ്ശേരിയെ മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഹൈലൈറ്റ്. 466 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന കളമശ്ശേരി ക്യാൻസർ സെന്റർ ഉടൻ പ്രവർത്തന സജ്ജമാകും. അത്യാധുനിക ഉപകരണങ്ങൾ എത്തുന്നതോടെ മധ്യ കേരളത്തിലെ പൊതുമേഖലയിലുള്ള ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രമായി ഇത് മാറും. കളമശ്ശേരി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് അത് ആരോഗ്യരംഗത്ത് തന്നെയാണ്. കളമശ്ശേരി ക്യാൻസർ സെൻറ്റർ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ 466 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടുള്ള ക്യാൻസർ സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. എക്യുപ്മെൻറ്റുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യ കേരളത്തിൽ പൊതുമേഖലയിലെ ഏറ്റവും ശക്തമായ ഒരു ക്യാൻസർ ഗവേഷണ ചികിത്സാ കേന്ദ്രമായി അത് മാറാൻ പോവുകയാണ്. എറണാകുളം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. 368 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടം പൂർത്തിയാകുന്നതാകട്ടെ എറണാകുളത്തെയും സമീപ ജില്ലകളിലെയും നിർധന രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ കഴിയും. സഹകരണ മേഖലയിൽ നിന്ന് ഏറ്റെടുത്ത കൊച്ചി മെഡിക്കൽ കോളേജ് നിരവധി ബാലാരിഷ്ടതകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലുള്ള വലിയ മാറ്റത്തിനാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 368 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത്. അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റ് ഉപകരണങ്ങളും അത്യാധുനിക സൗകര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അതും ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് രണ്ടും വരുന്നതോടുകൂടി എറണാകുളത്തിൻ്റെ മാത്രമല്ല സമീപ ജില്ലയിലെയും ആരോഗ്യ സംവിധാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. സാധാരണക്കാർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ സൗജന്യമായും പ്രാപ്യമായ രൂപത്തിലും ലഭ്യമാകുമെന്നാണ് കണക്കാക്കുന്നത്.
ഗവേഷണ രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന പദ്ധതിയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നടപ്പാക്കുന്നത്. ഇതിനായി 242 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി ചേർന്ന് നടപ്പാക്കുന്ന സയൻസ് പാർക്കും വികസന നാൾ വഴിയിലെ മറ്റൊരു നേട്ടമാകും. 200 കോടി ചെലവഴിക്കുന്ന സയൻസ് പാർക്കിനായി സ്ഥലം കണ്ടെത്താൻ ശ്രമം നടക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർവകലാശാലയിൽ സർക്കാർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുതൽ മുടക്കാണ് 242 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കിഫ്ബി പദ്ധതി എന്നുള്ളത്. ഗവേഷണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് സഹായകരമാകുന്ന പദ്ധതിയാണ്. ഇടയ്ക്ക് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അത് പരിഹരിച്ച് പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ 5 കോടിയുടെ അതുപോലെ 2 കോടിയുടെയും പദ്ധതികൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി പിൻബലത്തോടുകൂടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി സാധ്യമായി എന്നത് എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ്. കിഫ്ബി പദ്ധതിയുടെ തന്നെ ഭാഗമായി വരുന്ന സയൻസ് പാർക്ക്, കേരളത്തിൽ നടപ്പിലാക്കുന്ന സയൻസ് പാർക്കുകൾ ഒന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി ചേർന്നാണ്. 200 കോടി രൂപ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന അതിനാവശ്യമായ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ്. FACTയുടെ സ്ഥലം പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ വഴി കിഫ്ബി നമ്മുടെ നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കളമശ്ശേരിയിൽ IT വകുപ്പിന് വേണ്ടി വലിയ രൂപത്തിലുള്ള ഒരു ഇന്നൊവേഷൻ സെൻറ്റർ 250 കോടി രൂപയിലധികം ചെലവഴിച്ചതും കിഫ്ബി പിൻബലത്തോടു കൂടിയാണ് അത് പൂർത്തീകരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ കാത്ത് ലാബ് സൗകര്യം നേരത്തെ തന്നെ ഒരുക്കാൻ കഴിഞ്ഞു. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റും എല്ലാം സൗജന്യമോ നിരക്കിൽ സാധ്യമാകുന്ന സംവിധാനം അതും ഒരുക്കിയിട്ടുള്ളത് കിഫ്ബിയുടെ ധനസഹായം ഉപയോഗിച്ചുകൊണ്ടാണ്. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പ്രത്യേക പദ്ധതിയുണ്ട്. കുന്നുകര, കരുമാലൂർ പഞ്ചായത്തുകൾക്ക് അനുവദിച്ച പദ്ധതി 46 കോടിയുടേതാണ്. പദ്ധതി നടപ്പാകുന്നതോടെ പ്രദേശത്ത് അടുത്ത 50 വർഷത്തേക്ക് കുടിവെള്ള പ്രശ്നം ഉണ്ടാവുകയില്ല. പദ്ധതിക്കായുള്ള ടെൻഡർ നടപടികളും അവസാന ഘട്ടത്തിലാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് കുടിവെള്ളമാണ്. കുടിവെള്ളം ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കുന്നുകര, കരുമാലൂർ പഞ്ചായത്തുകൾക്കകത്ത് ഒരു പുതിയ പദ്ധതി വിഭാവനം ചെയ്യുകയുണ്ടായി. അതിപ്പോൾ 46 കോടി രൂപയുടെ പദ്ധതിയായി കിഫ്ബി അംഗീകരിച്ചു. അതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. മിക്കവാറും അധികം വൈകാതെ തന്നെ ടെൻഡർ അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പദ്ധതി 50 വർഷക്കാലത്തേക്ക് ഈ 2 പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്ന പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും 5 കോടി രൂപ വീതമുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുക. മണ്ഡലത്തിന്റെ ദീർഘകാല വളർച്ചയെ മുന്നിൽ കണ്ടാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. സമസ്ത മേഖലകളെയും ബന്ധിപ്പിച്ച് നടത്തുന്ന വികസന മുന്നേറ്റം തങ്കലിപികളിലാണ് എഴുതി ചേർക്കുക. കേരള
ചരിത്രത്തിലെ ഏറ്റവും പ്രാചീനമായ പട്ടണങ്ങളിൽ ഒന്നായ എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിന്റെ വിശേഷങ്ങളാണ് ഇനി നവകേരളം നവമുന്നേറ്റത്തിൽ. ചേര തലസ്ഥാനമായ മുസിരീസ് അഥവാ കൊടുങ്ങല്ലൂരിന്റെ തുറമുഖ പ്രദേശങ്ങൾ പറവൂരിലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ ഏറെയുള്ള സ്ഥലം കൂടിയാണ് പറവൂർ. സംസ്ഥാന സർക്കാരിന്റെ നിരവധി പദ്ധതികൾ വന്നതോടെ മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് മാറ്റം വന്നു കഴിഞ്ഞു. വടക്കൻ പറവൂർ നഗരസഭയും പറവൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചേന്നമംഗലം, ചിറ്റാട്ടുകര, ഏഴിക്കര, കോട്ടുവള്ളി, പുത്തൻവേലിക്കര, വരാപ്പുഴ, വടക്കേക്കര എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പറവൂർ നിയമസഭാ മണ്ഡലം. പൊതുവിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകാലം നോക്കിയാൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വികസനമായി മുരടിപ്പ് നേരിട്ടൊരു മണ്ഡലം പറവൂരാണ്. ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. വേണ്ട രീതിയിൽ ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ വികസനത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടോ പറവൂർ മണ്ഡലത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ട് എറണാകുളം ജില്ലയിലെ വികസനോന്മുഖമല്ലാത്ത അല്ലെങ്കിൽ ഒരു വികസനം മുരടിച്ചു പോയ ഒരു മണ്ഡലമായിട്ട് പറവൂർ മാറി. പക്ഷെ ഇപ്പോൾ വികസനം മുരടിച്ച പറവൂരിന് കൈത്താങ്ങായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി സഹായ പദ്ധതികൾ വരുന്നുണ്ട്. പണ്ടുകാലങ്ങളിൽ പാരമ്പര്യ വ്യവസായങ്ങളായ കയർ നിർമ്മാണം, കൈത്തറി, കൃഷി എന്നിവയ്ക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു പറവൂർ. ചേന്നമംഗലം കൈത്തറി ഇന്നും പ്രസിദ്ധമാണ്. ഏലൂർ എടയാർ വ്യവസായ മേഖലയും പറവൂർ താലൂക്കിലാണ്. സർക്കാരിന്റെ വിവിധ ഫണ്ടുകളിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. കേസരി സ്മാരക സർക്കാർ കോളേജിന്റെ താൽക്കാലിക അഫിലിയേഷൻ അടുത്ത ആഴ്ച നമുക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ UGC സംഘം കഴിഞ്ഞ 4-ാം തീയതി 5-ാം തീയതി ആയിട്ട് ഇവിടെ പറവൂർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി. അവർക്കത് തൃപ്തികരമായ രീതിയിൽ പോയി. ഇപ്പോൾ 7-ാം തീയതി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ പറവൂർ കേസരി സ്മാരക കോളേജിന് താൽക്കാലിക അഫിലിയേഷൻ എംജൂണിയേഷൻ ലഭിക്കുന്നു. 3 കോഴ്സുകൾ ഈ ജൂലൈ മാസത്തിൽ ആരംഭിക്കുമ്പോൾ പറവൂരിന് വലിയൊരു കുതിപ്പ്. പറവൂരിൻ്റെ സ്വന്തമായ സർക്കാർ കോളേജ് 3 ബിരുദ കോഴ്സുകൾ മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ പോലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ സ്ഥലം അക്വയർ ചെയ്യാമെന്നും 5 ഏക്കറിലധികം ഭൂമിയായതിനു ശേഷം 10ഓളം ബിരുദ കോഴ്സുകൾ ആരംഭിക്കാൻ സാധിക്കുന്ന അതിൻ്റെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറുമായിട്ടൊക്കെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജ് പറവൂരിൽ വരുമ്പോൾ അതും ഒരു വിഷ്കൈനീട്ടമാണ്. സംസ്ഥാന സർക്കാർ പറവൂരിന് നൽകുന്ന വലിയൊരു വിഷ്കൈനീട്ടമായിട്ട് വികസന പദ്ധതികൾ വരുമ്പോൾ കുറച്ചെങ്കിലും പറവൂരിന്റെ വികസന മുരടിപ്പ് പരിഹരിക്കപ്പെടുമെന്നാണ് പറവൂരിലെ ജനസാമാന്യം പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും തീരദേശമടക്കമുള്ള സ്ഥലങ്ങളുടെ പിന്നോക്കാവസ്ഥ മറികടക്കുകയാണ് ലക്ഷ്യം. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് മണ്ഡലത്തിലെ വികസനങ്ങൾക്ക് വേഗം കൂട്ടുന്നതെന്ന് CPIM പറവൂർ ഏരിയ സെക്രട്ടറി TV നിതിൻ പറഞ്ഞു.
ഇപ്പോൾ AS ആയിട്ടുള്ള ഒരു കാര്യം കോട്ടുപള്ളി ചെമ്മായം പാലമാണ്. 19 കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി. ഇപ്പം അത് റേറ്റ് ഒന്നുകൂടി റിവേഴ്സ് ചെയ്യേണ്ടി വരും. 19 കോടി രൂപ റിവേഴ്സ് ചെയ്ത് വരുമ്പോൾ കോട്ടുപള്ളി ചെമ്മായം പാലം സാധ്യമാവും. അതുപോലെ തന്നെ പൂതയിൽ പാലത്തിന് ബഡ്ജറ്റ് അലോക്കേഷനിലൂടെ 2.86 കോടി ലഭിച്ചിട്ടുണ്ട്. അതിന് ഒരു റിവിഷൻ വേണ്ടി വരും. സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ കൊടുത്തിട്ടുള്ളതാണ് പൂതയിൽ പാലത്തിനുള്ള പണം. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ അർബൻ അഗ്ലോമറേഷനിലൂടെ നമുക്ക് 17 കോടി രൂപയുടെ കണക്ട് റെഗുലേറ്റർ ബ്രിഡ്ജിന് വേറെ ലഭിക്കും. അർബൻ അഗ്ലോമറേഷൻ ഫണ്ടായിട്ട് കൊച്ചിൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ചുറ്റുവട്ടത്ത് കിടക്കുന്ന മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെയും ഏകോപിപ്പിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സഹായത്തിലുള്ള അർബൻ അഗ്ലോമറേഷൻ ഫണ്ട് ഒരു 17 കോടി രൂപ അതുമായി ബന്ധപ്പെട്ട് കണക്ട് റെഗുലേറ്റർ ബ്രിഡ്ജിന് പറവൂര് ലഭിക്കുന്നതാണ്. ₹10 കോടി മുതൽ മുടക്കിയുള്ള പറവൂർ ചേറായി റോഡ്, തീരദേശ റോഡ്, 12 കോടി രൂപയുടെ മാട്ടുപുറം ചേന്നമംഗലം പാലം, 19 കോടി രൂപയുടെ കോട്ടുവള്ളി ചെമ്മായം പാലം എന്നിവ വികസന നേട്ടങ്ങളുടെ മുൻപന്തിയിലുണ്ട്. പറവൂർ ചെറായി റോഡ് സമാന്തര റോഡിന് വേണ്ടിയിട്ട് നമുക്ക് 10 കോടിയോളം രൂപ ലഭിച്ചു. തീരദേശ റോഡിന് വേണ്ടിയിട്ട് നമുക്ക് കോടിക്കണക്കിന് രൂപ കിഫ്ബി വഴി നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സഹായം ലഭിച്ചു. അതുപോലെ തന്നെ മാട്ടുപുറം ചേന്നമംഗലം പാലത്തിന് വേണ്ടിയിട്ട് 12 കോടി രൂപ നമുക്ക് കിഫ്ബി വഴി ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചിലത് നടന്നു കഴിഞ്ഞു, ചിലത് നടക്കാൻ പോകുന്നു. വലിയ രീതിയിൽ ഉത്തരം ലഭിക്കും. എങ്കിൽ പോലും പല കാര്യങ്ങളും വളരെ നേരത്തെ തുടങ്ങാത്തത് കൊണ്ടുള്ള പല ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിലും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിലൊക്കെ ഉള്ള ചില പോരായ്മകൾ ഉണ്ടായതുകൊണ്ട് ഒരു വികസന കുതിപ്പിലേക്ക് പറവൂര് പോകാത്തൊരു പ്രശ്നമുണ്ട്. താലൂക്ക് ആശുപത്രി തന്നെ ഒന്നാമതൊരു ഉദാഹരണമാണ്. ഇപ്പോൾ 5 കോടി രൂപ താലൂക്ക് ആശുപത്രിക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഇനിയും സംസ്ഥാന സർക്കാരിൻ്റെ പണം കിട്ടും. ഒരുപാട് വൈകി. ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ ഏറ്റവും വേണ്ടത്ര ഫലപ്രദമല്ലാത്ത പശ്ചാത്തല സൗകര്യങ്ങൾ കുറഞ്ഞൊരു ആശുപത്രി തന്നെയാണ് പറവൂർ താലൂക്ക് ആശുപത്രി. അത് പരിഹരിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. മണ്ഡലത്തിലെ സ്കൂളുകളുടെ നിലവാരം ഉയർത്താനും ഇക്കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. കൈതാരം സ്കൂൾ, ചേന്നമംഗലം പാലൂർ സ്കൂൾ, വടക്കംപുറം അപ്പർ പ്രൈമറി സ്കൂൾ, ടൗൺ മോഡൽ സ്കൂൾ എന്നിവയ്ക്കായി കോടികൾ അനുവദിച്ചു. പുതിയ കെട്ടിടങ്ങൾ, അത്യന്താധുനിക ലാബുകൾ തുടങ്ങിയവയിലൂടെ മണ്ഡലത്തിലെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുകയാണ് ലക്ഷ്യം. കൈതാരം സ്കൂളിന് 3 കോടി വന്നു. ചേന്നമംഗലം പാലൂർ സ്കൂളിന് 5 കോടി വന്നു. വടക്കുംപുറം UP സ്കൂളിന് 1 കോടി വന്നു. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷനായിട്ട് പട്ടണത്തിലെ ടൗൺ മോഡൽ LP സ്കൂളിന് 2 കോടി, ഏഴിക്കര സ്കൂളിന് 2 കോടി ലഭിച്ചു. താലൂക്ക് ആശുപത്രിയുടെ നവീകരണത്തിന് 5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. വെടിമറ ഡംപിംഗ് യാർഡിൽ 4 കോടി രൂപ മുതൽ മുടക്കിൽ ബയോ മൈനിംഗ് ആരംഭിച്ചതും നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നു. 20 കോടി രൂപയുടെ സിവിൽ സ്റ്റേഷൻ, നിർമ്മാണം ആരംഭിച്ച ട്രഷറി എന്നിവ വികസനത്തിന്റെ അടയാളങ്ങളാണ്. കടകടവ് റെഗുലേറ്റർ ബ്രിഡ്ജാണ് ഒരു വലിയ പ്രതിസന്ധി. പുത്തനരിക്കര പഞ്ചായത്തും കർഷകരെല്ലാം ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതിനിപ്പോൾ 15 കോടി രൂപ നമ്മളിപ്പോൾ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷൻ. അത് യഥാർത്ഥത്തിൽ അതിലൊരു ചെറിയ പ്രശ്നമുള്ളത് പറവൂരിലെ 2ാമത് സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ട് താലൂക്ക് ഓഫീസ് അപകട നിലയിലാണ്. പറവൂരിലെ രജിസ്ട്രേഷൻ ഓഫീസ് എന്ന് വേണമെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാം. നിരവധി IPPമാരുടെ ഓഫീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഇപ്പോഴുള്ള പഴയ സെയിൽ ടാക്സിൻ്റെ GST വകുപ്പിൻ്റെ സ്ഥലം 50 സെൻറ്റോളം സ്ഥലത്ത് മനോഹരമായിട്ടുള്ള 2ാമത് സിവിൽ സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടിയിട്ട് 20 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് അലോക്കേഷൻ തന്നിരുന്നു. പക്ഷേ അതിപ്പോൾ ഡൈവേർട്ട് ചെയ്ത് ഇപ്പോൾ 15 കോടി രൂപയോളം കടക്കടവ് റെഗുലേറ്റർ ബ്രിഡ്ജിനും ഒക്കെ കൊടുക്കാൻ പോവുകയാണ്. അതൊരു ഡിബേറ്റ്. കടക്കടവ് റെഗുലേറ്റർ ബ്രിഡ്ജ് വരേണ്ടത് തന്നെയാണ്. പക്ഷേ അതിന് വേറെ പണം കണ്ടെത്തിയത് നന്നായിരുന്നു. പറവൂരിലെ ഈ 2ാമത് സിവിൽ സ്റ്റേഷൻ പറവൂരിന്റെ വികസന കുതിപ്പിന് വളരെ ആവശ്യമാണ്. സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് ഭൂമി തർക്കം പരിഹരിച്ച് ട്രഷറിയുടെ നിർമ്മാണവും അതുപോലെ തന്നെ കോടതി സമുച്ചയവും പണിയാൻ പോവുകയാണ്. കോടതി ആ തർക്കം കാലങ്ങളായി കടന്നിരുന്ന കേസുകളൊക്കെ പരിഹരിച്ച് അതിൽ റവന്യൂ മന്ത്രിയും ജില്ലയിലെ നിയമമന്ത്രിയും ഇടപെട്ട് അതിന് പരിഹാരമാക്കി ട്രഷറി നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ കെട്ടിടം വരും. അപ്പോൾ ആ രീതിയിലുള്ളൊരു അതിനോടൊപ്പം ഈ 2ാമത് സിവിൽ സ്റ്റേഷൻ കൂടി ആവശ്യമാണ്. അതിൽ അനിശ്ചിതാവസ്ഥയുണ്ട്. അപ്പോൾ അതൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആ സിവിൽ സ്റ്റേഷൻ പണിയേണ്ടതില്ലേ? അത് നമുക്ക് പണിയേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സ്റ്റേഡിയം നിർമ്മാണത്തിനായി 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്.
മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും പദ്ധതിയുണ്ട്. സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി അനുവദിച്ചു. അതിൻ്റെ ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് സ്റ്റേഡിയം നിർമ്മാണത്തിലേക്ക് പോകാൻ പോവുകയാണ് 10 കോടി രൂപ. അതുപോലെ നമ്മുടെ വെടിമറ ഡംപിംഗ് ഗ്രൗണ്ടിന് വേണ്ടി വലിയൊരു ഭാഗ്യം ലഭിച്ചത് പറവൂരിൽ ബ്രഹ്മപുരത്തിന് സമാനമായിട്ടുള്ള മാലിന്യ ബോംബായിരുന്നു വെടിമറയിലെ നമ്മുടെ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഡംപിംഗ് ഗ്രൗണ്ട്. അവിടെ കേരള സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്റ്റിൽ നിന്ന് 4 കോടിയിലധികം രൂപ ലഭിച്ച് അവിടെ ഇപ്പോൾ ബയോ മൈനിങ് ആരംഭിക്കുകയാണ്. അത് സംസ്ഥാന സർക്കാർ 20 മുനിസിപ്പാലിറ്റികൾക്ക് KSWMPയുടെ പൈസ കൊടുത്തപ്പോൾ അതിൽ പറവൂരിനെ തെരഞ്ഞെടുത്തതിൽ വലിയ ഒരു സഹായമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. മന്ത്രി MP രാജശേഖരൻ നേരിട്ടത് പ്രഖ്യാപിച്ചു. അതിൻ്റെ ബയോമൈനിങ് തുടങ്ങിയ പറവൂരിലെ വലിയൊരു ആശ്വാസം, അപകടകരമായ ഒരു മാലിന്യക്കൂമ്പാരം നീക്കം ചെയ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ടത് ചരിത്ര പട്ടണത്തിൽ നടക്കുന്നത് ചരിത്ര വികസനങ്ങൾ. വികസനം തുടർച്ചയാവുമ്പോൾ പറവൂരും കുതിക്കുകയാണ് നവകേരളത്തിനൊപ്പം.